പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ എസ്ഡിപിഐയെയും വരിഞ്ഞുമുറുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 12 എസ്ഡിപിഐ കേന്ദ്രങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. PFI കേഡർമാർ സ്വരൂപിക്കുന്ന പണം എസ്ഡിപിഐയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ എസ്ഡിപിഐയിലൂടെ രഹസ്യമായി പ്രവർത്തിക്കുന്നതായാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് എസ്ഡിപിഐയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം. തിരുവനന്തപുരം പാളയത്തെ എസ്ഡിപിഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ സംസ്ഥാനത്ത് 3 ഇടങ്ങളിലാണ് CRPF ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ഇഡി പരിശോധന. ഹവാലയടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംഘടനയിലേക്ക് പണം എത്തിച്ചതായാണ് കണ്ടെത്തൽ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു. ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു. നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും രാജ്യത്തേക്ക് പണമെത്തി. എസ്ഡിപിഐയുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം ദേശീയ അധ്യക്ഷൻ MK ഫൈസി തന്നെയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും ഇഡി പറയുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സമാഹരിച്ച പണം ചിലവഴിക്കുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള എസ്ഡിപിഐയെ വേട്ടയാടാനുള്ള നീക്കമാണ് മോദി സർക്കാർ നടത്തുന്നതെന്നാണ് സംഘടനാ നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന തുടരുന്നതെന്നും പിടിച്ചെടുക്കുന്ന ഫയലുകളും ഡിജിറ്റൽ രേഖകളും വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോസ്, News 18.